മിഷനിലേക്ക് സ്വാഗതം. മഹാശിവരാത്രി പിതൃതർപ്പണത്തിനൊരുങ്ങി പാഴൂർ പെരുംതൃക്കോവിൽ മഹാദേവ ക്ഷേത്രം. പിറവം പിതൃതർപ്പണത്തിനെത്തുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ തൃപ്പാഴൂർ മണൽപ്പുറവും പെരുംതൃക്കോവിൽ മഹാദേവ സന്നിധിയും ഒരുങ്ങി. ജില്ലയിൽ ആലുവ കഴിഞ്ഞാൽ പിതൃതർപ്പണത്തിന് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന കേന്ദ്രമാണ് പാഴൂർ പെരുംതൃക്കോവിൽ മഹാദേവ ക്ഷേത്രം. കാളിയാറും കോതയാറും തൊടുപുഴയാറും ചേർന്ന് മൂവറായി പടിഞ്ഞാട്ടൊഴുകി വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന പുഴ പാഴൂർ ഭാഗത്ത് മാത്രം വട്ടം തിരിഞ്ഞ് കിഴക്കോട്ടൊഴുകുന്നത് കാണാം. ഐതിഹ്യമാലയിലടക്കം പ്രതിപാദിക്കുന്ന പാഴൂർ ഭാഗ്യങ്ങളിൽ ആദ്യത്തേത് ഈ പുഴയെ സംബന്ധിച്ചുള്ളതാണ്. പാഴൂർ പുഴ നേരെ ഒഴുകാഞ്ഞതും ഭാഗ്യം എന്നതാണ് പാഴൂർ പത്തിലെ പ്രഥമ ഭാഗം. ഭാഗ്യങ്ങൾ പൂത്ത പാഴൂരിൽ സ്വയംഭൂവായ മഹാദേവ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രമാണ് പ്രസിദ്ധമായ പാഴൂർ പെരുംതൃക്കോവിൽ. പുഴയിലേക്ക് തള്ളി നിൽക്കുന്ന മുൻപിൽ കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ഏറെക്കുറെ 3 ഭാഗവും പുഴയാണ്. ക്ഷേത്രത്തിൽ നിവേദ്യം വയ്ക്കുന്നതിനും അഭിഷേകത്തിനുമെല്ലാം പുഴയിലെ വെള്ളം തന്നെ വേണമെന്നാണ് വ്യവസ്ഥ. ക്ഷേത്രത്തിന് നേരെ മുന്നിൽ പുഴയുടെ മധ്യത്തിൽ പ്രകൃതി കനിഞ്ഞരുളിയ വരദാനമാണ് ആയിരങ്ങൾ പ്രതിതർപ്പണം നടത്തുന്ന ശിവരാത്രി മണൽപ്പുറം. പ്രകൃതിയുടെ ഈ വരദാനം ഇന്നും പാഴൂരിൽ പുണ്യമാണ്. മഹാശിവരാത്രിയായ ഫെബ്രുവരി 26 ബുധനാഴ്ച നേരം പുലരുന്നതോടെ പാഴൂരിലേക്ക് ഭക്തരെത്തി തുടങ്ങും. രാവിലെ 8:30 പെരുംതൃക്കോവിലപ്പനെ ഉപദേവന്മാർക്കൊപ്പം ശിവേലിക്ക് എഴുന്നള്ളിക്കും. കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻ വൈക്കം ഷാജിയുടെ പ്രമാണത്തിൽ നാദസ്വരവും തൃശൂർ പൂരപ്രമാണി വീരശൃംഖല ജേതാവ് വാദ്യകലാരത്നം ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും അകമടിയാകും. ഉച്ചയ്ക്ക് 12 മാമലക്കവല നിരപ്പേൽ ശ്രീബാല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മഹാപ്രസാദ ഊട്ട് നടക്കും. വൈകിട്ട് 4 കാഴ്ച ശീവേലിക്ക് നാദസ്വരം അകമ്പടിയാകും. വൈകിട്ട് 6:30 മണൽപ്പുറത്ത് കക്കാട്ടുപാറ ശിവദം അവതരിപ്പിക്കുന്ന വീരനാട്യം കൈകൊട്ടിക്കളി അരങ്ങേറും. 7 മണൽപ്പുറത്ത് RLV ജമുനു ഗിരീഷിന്റെ സംഗീത സദസ്സ് അരങ്ങേറും. 8 മണൽപ്പുറത്ത് വിവേകാനന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികളുടെ നൃത്തങ്ങൾ. 7 മതിൽക്കകത്ത് ക്യാബ് സ്കൂൾ ഓഫ് ഡാൻസിലെ RLV സാലി രാജഗോപാലിന്റെ ശിക്ഷണത്തിലെ കുട്ടികളുടെ നൃത്തസന്ധ്യ. 9:30 മതിൽക്കകത്ത് പാഴൂർ പടിപ്പുര ശ്യാം കിഷോറിന്റെ സംഗീത കച്ചേരി എന്നിവ അരങ്ങേറും. രാത്രി 11:30 പെരുംതൃക്കോവിലപ്പനെ ഉപദേവന്മാർക്കൊപ്പം ശിവരാത്രി വിളക്കിനായി മണപ്പുറത്തേക്ക് എഴുന്നള്ളിക്കും. വാദ്യകലാപ്രതിഭ പാഴൂർ ഉണ്ണിച്ചന്ദ്രന്റെ പ്രമാണത്തിൽ പാണ്ടിമേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ചെണ്ടമേളം എന്നിവയോടെ വിളക്കാചാരമുണ്ട്. വിളക്കാചാരം കഴിഞ്ഞ് എഴുന്നള്ളിപ്പ്. ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെ മണൽപ്പുറത്തെ ബലിത്തറകളിൽ പൃഥുതർപ്പണ മന്ത്രങ്ങൾ മുഴങ്ങും. മണൽപ്പുറത്ത് പൃഥുതർപ്പണ ചടങ്ങുകൾക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CB ശ്രീകുമാർ, മാനേജർ CK വിജയൻ, ശിവരാത്രി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് AK സരസൻ, സെക്രട്ടറി PS ദേവപ്രസാദ്, വൈസ് പ്രസിഡന്റ് K വിജയൻ പള്ളിപ്പാട്, കോർഡിനേറ്റർ ഡോക്ടർ സജിനി പ്രതീഷ്, ഡോക്ടർ സെക്രട്ടറി MS അനുകുമാർ, ട്രഷറർ ധനേഷ്, ജനറൽ കൺവീനർ NC രവി, ജോയിന്റ് കൺവീനർമാരായ PR രാജേഷ്, CR വിനോദ്, ബിനു ഫൈൻടെക്, KB വിജയകുമാർ, സുനീഷ് ശ്രീധരൻ, പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് ഡാലിയ എന്നിവർ അറിയിച്ചു. മണൽപ്പുറത്തേക്ക് കടക്കാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ മഴവിൽ പാലത്തിനൊപ്പം താൽക്കാലിക പാലവുമുണ്ട്. മണൽപ്പുറത്തേക്ക് കടക്കാൻ മഴവിൽ പാലവും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരാൻ താൽക്കാലിക പാലവും ഉപയോഗിക്കാം. നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് മുഖ്യ കവാടം കടന്ന് ക്ഷേത്രത്തിലെത്താം.
ക്ഷേത്രത്തിന് പിന്നിൽ പാഴൂർ, കക്കാട് കരകളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം. നമ്മുടെ 2025 ശിവരാത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ശിവരാത്രി നമുക്ക് 26-ാം തീയതിയാണ്. ഫെബ്രുവരി 26-ാം തീയതി ശിവരാത്രി. മാർച്ച് 1-ാം തീയതി കൊടിയേറ്റ്. മാർച്ച് 8-ാം തീയതി ആറാട്ട് കൂടി സമാപിക്കുകയാണ് ശിവരാത്രി ഉത്സവങ്ങൾ. ഇതിനിടയ്ക്ക് ധാരാളം കലാപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ മേളവിദ്വാൻമാർ, പുരസ്കാരം ലഭിച്ചിട്ടുള്ള മേളവിദ്വാൻമാർ പങ്കെടുക്കുന്നു. ഭഗവാന്റെ മഹാശിവരാത്രി ഫെബ്രുവരി 26-ാം തീയതി ആണ് നടക്കുന്നത്. നമ്മളിവിടെ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മണപ്പുറം ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഷുറൻസ് ഫുൾ, അമ്പലവും പരിസരവും ഫുൾ ഇൻഷുറൻസ് കവറേജാണ്. പിന്നെ ഭക്തജനങ്ങൾക്കുള്ള അന്നദാനം അങ്ങനെയുള്ള എല്ലാവിധ പരിപാടികളും വൈകിട്ട് ബലിതർപ്പണത്തിനാണെങ്കിലും 12 മണി മുതൽ 8ഓളം ശാന്തിമാരുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നല്ലവരായ ഭക്തജനങ്ങളെ, 2025 ആണ്ട് ഫെബ്രുവരി 26-ാം തീയതി മഹാശിവരാത്രി ബലിതർപ്പണവും നടക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ മാർച്ച് 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ 8 ദിവസത്തെ തിരുവുത്സവവും നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് ഉത്സവാഘോഷ കമ്മിറ്റിയും മാനേജിംഗ് കമ്മിറ്റിയും എല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.